ഈ സംഭവ കഥ നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. 90 കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ഭരണം അഴിമതിയിലും ഏകാധിപത്യ പ്രവണതയിലും ഒക്കെ മുങ്ങി നടക്കുന്ന സമയമായിരുന്നു അത്. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്ന സമയത്ത് കുറേയേറെ സമയം മറ്റു വാഹനങ്ങൾ പോലീസുകാർ വഴിയിൽ തടഞ്ഞിടുന്നത് സാധാരണ പതിവായിരുന്നു. ഏതാണ്ട് ചിലപ്പോൾ മണിക്കൂറുകളോളം തന്നെ പല ആളുകളും ഊഴം കാത്ത് ഇങ്ങനെ കിടക്കേണ്ടി വരും. ഒരിക്കൽ പ്രശസ്ത നടൻ രജനീകാന്തിൻ്റെ കാറും ജയലളിതയുടെ യാത്രയ്ക്കായി വഴിയിൽ പോലീസുകാർ തടഞ്ഞു വെച്ചു. മുഖ്യമന്ത്രിയുടെ കാർ ഇവിടെ എത്താൻ ഇനി എത്ര സമയമെടുക്കുമെന്ന് രജനീകാന്ത് പോലീസുകാരനോട് ചോദിച്ചു. ഒരു അരമണിക്കൂറിലധികം സമയമെടുക്കുമെന്ന വിനയാന്വിതനായി പോലീസുകാരൻ രജനീകാന്തിനോട് മറുപടി കൊടുത്തു. അത്രയും സമയമെടുക്കുമെങ്കിൽ പിടിച്ചിട്ട വാഹനങ്ങൾ പോകാൻ നിങ്ങൾക്ക് അനുവദിച്ചുകൂടെ എന്ന് വളരെ വിനയാന്വിതനായി രജനീകാന്ത് തിരിച്ചു ചോദിച്ചു. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പോലീസുകാരൻ പറഞ്ഞു. കാര്യം അമ്മയുടെ കാറ് പോയിട്ടേ അടുത്ത കാര്യമുള്ളൂ എന്നായി പോലീസുകാരൻ. രജനീകാന്ത് നോക്കിയപ്പോൾ മറ്റു വഴികളൊന്നുമില്ല. ഇനി അരമണിക്കൂറിലധികം അവിടെ കിടക്കണം. അദ്ദേഹം പതുക്കെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അടുത്ത കടയിലേക്ക് കയറി ചെന്നു. കടക്കാരൻ ഞെട്ടി. ഒരു സിഗരറ്റൊക്കെ വാങ്ങി അദ്ദേഹം സിഗരറ്റും പോയിച്ച് കടയുടെ വരാന്തയിൽ ഇങ്ങനെ പുകച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. രജനീകാന്തിനെ അപ്രതീക്ഷിതമായി കടയിൽ കണ്ടതോടെ നാട്ടുകാർ ഞെട്ടി. വിസ്മയം കൊണ്ട് 4 വാർഡും ഈ വാർത്ത പാഞ്ഞു. റോഡ് മുഴുവൻ നാട്ടുകാരെ കൊണ്ട് നിറഞ്ഞു. ജനങ്ങൾ രജനീകാന്തിനെ കുറിച്ച് എത്രയോ കാലമായി അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർ മുഴുവൻ വണ്ടികളിൽ നിന്നൊക്കെ ഇറങ്ങി. റോഡ് മുഴുവൻ ജനനിബിഡമായി. ജയലളിതയ്ക്കായി ഒഴിച്ചിട്ട റോഡിലൂടെ ഒരു വാഹനവും നീങ്ങാൻ കഴിയില്ല എന്ന അവസ്ഥയായി. ഒടുവിൽ ജയലളിതയുടെ വാഹനം വന്നാൽ അതും ബ്ലോക്കിൽ കുടുങ്ങും എന്ന അവസ്ഥയായി. ഏത് സമയം ജയലളിതയുടെ കാറ് കടന്നു വരും. അവസാനം പോലീസുകാർ ചെയ്തത് എന്താണെന്ന് അറിയാമോ? രജനീകാന്തിൻ്റേത് അടക്കം അവിടെയുള്ള എല്ലാ വാഹനങ്ങളും കടത്തിവിടാൻ പോലീസുകാർ ആവശ്യപ്പെട്ടു. കടത്തിവിട്ടു. ജയലളിതയുടെ ഭരണത്തിനെതിരെ രജനി പിന്നീട് ഈ സംഭവത്തോടെയാണ് ആഞ്ഞടിച്ചത്. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യമാണ്, ജയലളിത വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ദൈവത്തിന് പോലും പിന്നെ തമിഴ്നാടിനെ രക്ഷിക്കാൻ കഴിയില്ല. ഈ പ്രസ്താവനയാണ് 96-ൽ ജയലളിതയെ ആടപടലം വീഴ്ത്തിയത്. കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിയാണ് അവർക്കുണ്ടായത്. ജനങ്ങളുടെ വോട്ട് നേടി ജയിച്ചവർ ജനസേവകരായി നിലകൊള്ളണം. അകന്തയിലേക്ക് ആഴ്ന്നു പോകുന്നവരെ ജനത ഇന്നല്ലെങ്കിൽ നാളെ കൈവിടും. ചിലപ്പോൾ അല്പം സമയമെടുക്കുമെന്ന് മാത്രം. കാര്യം ജനങ്ങൾക്കിടയിലൂടെ നടന്ന് അവരുടെ വീട് കയറി മോരും വെള്ളവും കുടിച്ച് വോട്ടും വാങ്ങിച്ച് പിൻവാങ്ങിക്കഴിയും. പിന്നെ 20 വാഹനങ്ങൾക്ക് നടുവിൽ കയറിയിരുന്ന് ജനങ്ങളുടെ ഹൃദയത്തിലൂടെ ഓടിച്ച് കയറുക എന്ന് പറയുന്നത് ആളുകൾ ആലോചിക്കണം. കാരണം നാളെ ഈ വാഹനങ്ങളില്ലാതെ വരുമ്പോൾ വീണ്ടും പഴയതുപോലെ മോരും വെള്ളം കുടിക്കാനായിട്ട് ഈ വീട്ടിൽ കയറേണ്ടി വരും എന്നുള്ളത് മറക്കണ്ട.